ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഷാരി സത്യങ്ങളൊക്കെ അറിയാണ്. അതിനുശേഷം താരയുടെ മുടി ഇന്ന് പറിച്ചെടുക്കുന്നുണ്ട്. വീണ്ടും അയാളെ പോയി കാണുകയാണ്. സർ, ഒരു ഹെൽപ്പും കൂടി ചെയ്യണം. ഈ മുടിനാരിഴ നേരത്തെ തന്നെ ആ കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിയുടെ അമ്മയുടെയോ അച്ഛൻ്റെ ആണോ ഒന്ന് നോക്കാവോ? അതിനെന്താ മേഡം, ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ്. അങ്ങനെ ഷാരി കുറച്ച് പൈസ കൂടുതൽ കൊടുക്കുന്നുണ്ട്. ഷാരി പ്രാർത്ഥിക്കുകയാണ്, ഈശ്വര, സരി അനാഥയാണെങ്കിൽ പോലും കുഴപ്പമില്ല, പക്ഷെ ഒരിക്കലും താരയുടെ മകളാവല്ലേ, അങ്ങനെ ആവല്ലേ ഈശ്വര. അനാഥയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പൊന്നു മോളെ പോലെ ഞാൻ നോക്കിക്കോളാം, അവൾ സത്യങ്ങൾ ഒരിക്കലും അറിയരുത്. അങ്ങനെയൊക്കെ തന്നെ ഷാരി വിചാരിക്കും, എൻ്റെ ഭർത്താവ് ചിലപ്പോൾ എൻ്റെ കുഞ്ഞ് മരിച്ചപ്പോൾ എനിക്ക് വിഷമമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ വേറൊരു കുഞ്ഞെടുത്തു കൊണ്ട് വെച്ചത് ഞാൻ അങ്ങനെ വിശ്വസിച്ച് ജീവിച്ചോളാം, പക്ഷെ ഒരിക്കലും താരയുടെ മകളാവല്ലേ, അത് രാഹുലേട്ടൻ ഉണ്ടാവുന്ന മകളാവല്ലേ ഈശ്വര എന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട് അവിടെ നിന്ന് പോകുന്നത്. പക്ഷെ ഞെട്ടിച്ചുകൊണ്ട് ആ റിസൾട്ട് പിറ്റേ ദിവസം തന്നെ വരുവാണ്. ആ ഉദ്യോഗസ്ഥൻ പറയേണ്ടത്, നിങ്ങൾ ഇന്നലെ തന്നെ മുടിനാരിഴുണ്ടല്ലോ, അത് പെർഫെക്റ്റ് മാച്ചാട്ടോ, ആ കുട്ടിയുടെ അമ്മയുടെ മുടിനാരിഴയാണ് അത്. പിന്നെ അച്ഛൻ നേരത്തെ പറഞ്ഞ പുള്ളി തന്നെയാണെന്ന് പറയും, രാഹുലിൻ്റെ മുടിയും കൊടുക്കുന്നുണ്ട്, രാഹുലാണ് അച്ഛൻ എന്ന് പറയും. അത് കേൾക്കുന്ന ഷാരിക്കാകെ ദേഷ്യം വരുവാണ്. സരയു എന്ന് പറയുന്നത് തൻ്റെ ഭർത്താവിൽ വേറൊരു സ്ത്രീയിലുണ്ടായ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഷാരി ഒരിക്കലും സരയുവിനെ ആക്സെപ്റ്റ് ചെയ്യില്ല കേട്ടോ. സരയുവിനെ ഇപ്പം എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അതിൻ്റെ 100 ഇരട്ടിയായിട്ടായിരിക്കും ഷാരി വെറുക്കുന്നുണ്ടാവുക. അപ്പോൾ സരി വിചാരിക്കുക അമ്മക്ക് എന്തു പറ്റിയെന്ന് വിചാരിക്കും. മനോഹറിന് കാര്യം മനസ്സിലാവും, ഷാരി സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന്. രാഹുലിന് മനസ്സിലാവും, പക്ഷെ രാഹുലിന് ചോദിക്കാൻ പറ്റല്ലോ. അതുകൊണ്ട് തന്നെ സരിയുവിനെ മാക്സിമം എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കാവോ ആ രീതിയിലൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്. പക്ഷെ സരിയു തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് സരിയു പ്രകാശിനെ കാണാൻ വേണ്ടി പോകുന്നത്. പ്രകാശിനോട് തൻ്റെ ആവശ്യപ്പെടുന്നതുമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചത്തെ പ്രൊമോയിൽ കാണിച്ചത്. എന്തായാലും ഷാരി ഒരിക്കലും തന്നെ സരിയുവിനെ സ്നേഹിക്കില്ലെന്ന് 100% ഷുവറാണ് കേട്ടോ. എന്തായാലും ഇനി വരുന്ന ഭാഗങ്ങളിലൊക്കെ സരിയുടെ അഹങ്കാരത്തിന് കിട്ടാമോ എന്ന് തിരിച്ചടി തന്നെയാണ്. ഒരുപാട് പേരെ ദ്രോഹിച്ചതല്ലേ, അതിൻ്റെ ഓരോരോ തിരിച്ചടി ഇരട്ടിയായിട്ട് സരയുവിനെ ഷാരിക്കും രാഹുലിനൊക്കെ കിട്ടാവുന്ന ഭാഗങ്ങളായിട്ട് നമ്മളിനി കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.